ഹലോ, നമ്മൾ എവിടേക്ക് പോകണമെന്നറിയോ? നമ്മൾ അടുത്തൊരു ട്രിപ്പ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ പോകുന്ന ട്രിപ്പ് ഏകദേശം 17 ദിവസമാണ്. നമ്മൾ സിംഗപ്പൂരിൽ നിന്നാണ് പോകുന്നത് എവിടേക്കാണെന്നുള്ളത് ഞാൻ എത്തിക്കഴിയുമ്പോൾ പറയാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയിരിക്കും. അപ്പം ഞാൻ ആ സർപ്രൈസ് ആവാണെങ്കിൽ ആവട്ടെ, ഇല്ല നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ഞാൻ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പം സിംഗപ്പൂർ ചാങ്ങി എയർപോർട്ടിൽ വന്നിരിക്കുകയാണ്. T4 എന്നാണ് നമ്മുടെ ഫ്ലൈറ്റുള്ളത്. ഞാനും ഉണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. നമ്മൾ ജപ്പാൻ പിന്നെ ഐസ്ലാൻഡ് ആ സീരീസിലൊക്കെ കണ്ടു കാണുന്ന ഫ്രണ്ട് തന്നെയാണ്. മൂന്നാമതുള്ള പുള്ളി നാട്ടിൽ പോകുന്നതുകൊണ്ട് പുള്ളിക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. നമ്മളങ്ങനെ ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയാണ്. ഫ്ലൈറ്റ് ഏകദേശം ഫുള്ളാണ്. നമ്മുടെ ഫ്രണ്ടിലാണ് കിട്ടിയേക്കുന്നത് 4th റോയിൽ. ഇനി സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് ഇനി എണീക്കുന്നത് സർപ്രൈസ് ഇപ്പോഴും പൊളിക്കാം. ഉറങ്ങിയിട്ട് നമ്മളിനി എണീക്കാൻ പോകുന്നത് ചൈനയിലെ ഷാങ്ഹായ് എയർപോർട്ടിലാണ്. നമ്മൾ പുലർച്ചെ ഒരു 3:45 4 മണി അല്ലേ ആ നേരാകുമ്പോഴത്തും. അപ്പോൾ പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് പിന്നെ ഫുഡ് കിട്ടാനുള്ള ചാൻസ് ഇല്ല. നമ്മൾ എക്കണോമിന്ന് എടുത്തേക്ക് നമ്മൾ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഉറങ്ങാന്നുള്ള മാത്രമേ ഉള്ളൂ. നമ്മൾ കയറിയ ഫ്ലൈറ്റ് സ്പ്രിംഗ് എയർലൈൻസ്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ എയർലൈനിൽ കയറുന്നത്. സമയം 10 മണി 10:15 ഫ്ലൈറ്റ് എടുക്കുക. അപ്പം ഇനി ടിക്കറ്റ് കാണാം. ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും രസകരമായ സംഭവം ഉണ്ടാണെങ്കിൽ കാണിച്ചു തരാം. ഈ ഇരിക്കുന്ന ആളെ കണ്ടില്ലേ? ഈ ഇരിക്കുന്ന വൈറ്റ് ഷർട്ടിലിട്ട ആള്. ഞാൻ ഫ്ലൈറ്റ് കയറിയ മുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, പുള്ളിക്കാരൻ്റെ കയ്യിൽ മറ്റേ ചെസ്റ്റിൻ്റെ ഭാഗത്തേക്കായിട്ട് ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. അത് 24 മണിക്കൂറും ഫ്ലൈറ്റ് കയറിയപ്പോൾ ഇവിടെ റെക്കോർഡിംഗ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്ന ഒരു ഫ്ലൈറ്റിൻ്റെ അകത്ത് ഇങ്ങനെ ഒരാൾ ഓഫീസറാണോ എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞോളാം. ഫ്ലൈറ്റിൻ്റെ ആളാണെന്ന് തോന്നുന്നു. ആളിടയ്ക്ക് എണീറ്റ് പോകും, എന്നിട്ട് തിരിച്ചു വരും. അടയിലൊരു ഐപാഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ സെക്യൂരിറ്റി ഓഫീസറാണെന്ന് തോന്നുന്നു ഫ്ലൈറ്റത്തെ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് കാണുന്നത്. ആളെൻ്റെ അപ്പുറത്താണ് ഇരിക്കുന്നത്. അടുത്ത റോയില് അവിടെ യൂണിഫോം പോലെ ഒരു വൈറ്റ് ഷർട്ട് പിന്നെ ഒരു ബ്ലാക്ക് പാൻറ്. അങ്ങനെ നമ്മൾ ഷാങ്ഹായിലെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. നമ്മളിപ്പോൾ ഇറങ്ങിയുള്ളൂ. സമയം പുലർച്ചെ 3:45. നമ്മൾ നേരെ ഇമിഗ്രേഷനിലൂടെ പോകണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് അറിഞ്ഞൂടെ ഇവിടെ തന്നെയാണോ എന്നുള്ളത്. അങ്ങോട്ട് തന്നെ ആയിരിക്കും എല്ലാവരും ഒരു ഡയറക്ഷനൊക്കെ നടക്കുന്നത്. എക്സിറ്റ്. അപ്പം ഞാൻ അവിടെ പോയിട്ട് എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് അവിടെ പോയിട്ട് അറിയാം. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കയറിയ ഫ്ലൈറ്റിൽ ഇന്ത്യൻസായിട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. വേറെ ആരും എന്താ പറയുക, ഇന്ത്യൻസ് ഒന്നെങ്കിൽ ചൈനീസ് അല്ലെങ്കിൽ ഇന്ത്യൻ. ഈ 2 കാറ്റഗറി അല്ലാതെ വേറെ ആരും ആ ഫ്ലൈറ്റിലില്ല. ഇന്ത്യൻ കാറ്റഗറി എന്ന് പറയണതിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ചൈനീസ്. നമ്മളിങ്ങനെ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് മെഷീനിൽ നിന്ന് വെള്ളം കുടിച്ചു. ഇവിടെ ഒരു ATM മെഷീൻ പോലത്തെ മെഷീൻ്റെ അകത്ത് നമുക്ക് വാട്ടർ ഡിസ്പെൻസ് ചെയ്യാം. നമ്മൾ ആദ്യം വന്നിട്ട് വാട്ടർ കുടിച്ചു. നമ്മൾ ഇമിഗ്രേഷൻ പോയിട്ടില്ല, എപ്പോഴും ഇമിഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ വന്നിട്ട് അറൈവൽ കാർഡ് പോലൊരു സാധനം ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. നമ്മൾ ഫോറിനർ ആയതുകൊണ്ട് ഇത് ഫില്ല് ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് അവരുടേതായ ഡോക്യുമെൻറ്റ്സ് വേറെ ഒന്നും ഇല്ലല്ലോ, വിസ അല്ലാതെ. ഇന്ത്യൻ നാഷണാലിറ്റി, പാസ്പോർട്ട് നമ്പർ, വേറെ മെഷീൻ വെക്കിരിക്കും. ഈ മെഷീൻ വർക്കുണ്ടെന്നാണ് പറയുന്നത്. ശരി, ഹിന്ദി ഒന്നും ലെഫ്റ്റ് നാലിലേക്ക് ഹിന്ദിയിൽ വന്നല്ലേ. പാസ്പോർട്ട് ഹിന്ദിയിലായതുകൊണ്ടാണ്. റൈറ്റ് ഹാൻഡ്. Please take your passport. कृपया बाएं हाथ कर 4 उंगलियां दबाएं. कृपया दाएं हाथ कर 4 उंगलियां दबाएं. कृपया दोनों अंगूठे दबाएं. കിട്ടുമായിരിക്കും. സാധനം ഇവിടെ പ്രിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പ്രിന്റ് ഔട്ടായിട്ടൊന്നും കിട്ടിയില്ല. നമ്മളവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമുക്കിനി പുറത്തിറങ്ങി നോക്കിയൊക്കെ ഇതും വെച്ചിട്ട് പിന്നെ നേരെ എന്തായാലും ഒരു മാനുവൽ ഇമിഗ്രേഷൻ കാണായിരിക്കില്ലേ? ഉണ്ടായിരിക്കില്ലേ? ഉണ്ടാവും, നോക്കി നോക്കാം. എയർപോർട്ട് കാലിയാണ്. അത്ര വലിയ തിരക്കൊന്നും ഇല്ല എയർപോർട്ടിൽ. നിശബ്ദമാണ് എയർപോർട്ട്. ഞാൻ വെച്ച് ഭയങ്കര തിരക്കായിരിക്കും വിചാരിച്ചു എയർപോർട്ടിനകത്ത്. വലിയ തിരക്കൊന്നും ഇല്ല.
ചോദിക്കാനായിട്ട് ഒറ്റ മനുഷ്യന്മാരും ഇല്ല. അതാണ് അങ്ങനെ നമ്മുടെ ഇമിഗ്രേഷൻ കഴിഞ്ഞു. ഈസിയും നമ്മളങ്ങനെ സിം എടുത്തു, ഫിസിക്കൽ സിം പറഞ്ഞ് എടുത്തു. കാരണം നമുക്ക് ചില കാര്യങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് ഫിസിക്കൽ സിമ്മിൻ്റെ ആവശ്യമുണ്ട്. പക്ഷെ നമ്മൾ VPN നമുക്ക് യൂട്യൂബും ഇൻസ്റ്റാഗ്രാമൊക്കെ ഉപയോഗിക്കണ VPN വേണം. അപ്പോൾ നമ്മളൊരു VPN ഡൗൺലോഡ് ചെയ്തിട്ട് വന്നത്. പക്ഷേ പുള്ളിക്കാരനോട് എത്തിയിട്ട് VPN ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞാൽ VPN വർക്കാവില്ല, ഇവിടെ വേറെ VPN ഇടേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടുവന്ന നോർഡ് VPN ട്രൈ ചെയ്തു. പക്ഷേ നോർഡ് VPN ഫെയിലായി, അതിൻ്റെ അകത്തൊന്നും ലോഡായില്ല. എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇനി പുള്ളിക്കാരൻ നമ്മളെ പറ്റിച്ചില്ലെന്ന് വിചാരിക്കാം. എന്നിട്ട് അവിടെ നിന്ന് ഒരു പാക്കേജ് എടുത്തു. 50 GB-ക്ക് 300 NE. 300 NE പറയുമ്പോൾ അറൗണ്ട് ഒരു $50 സിംഗപ്പൂർ ഡോളർ. 20 ദിവസത്തേക്ക് 50 GB. നമ്മൾ ബാഗേജ് മാറ്റാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ബാഗേജ് മാറ്റിനടുത്ത് ഇവിടെ മൊത്തം ഉറങ്ങി കിടക്കുക. എയർപോർട്ടിൻ്റെ അകത്ത് ആരുമില്ല. അതായത് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല എയർപോർട്ടിൻ്റെ അകത്ത്. ചിലപ്പോൾ ഒരു മാറ്റി വെച്ചിട്ടുണ്ടാകും, ചിലപ്പോൾ ട്രയലായിട്ട് ഇങ്ങനെയുള്ളൂ. നോക്കി നോക്കാം. എന്തൊക്കെ ഇറങ്ങി വരേണ്ടി വരും, വെയിറ്റ് ചെയ്യാം. ഒരാൾക്കാർ എന്താ പറയുക, പുലർച്ചെ ആയാലും എന്നാലും ആൾക്കാരില്ല. സമയം ഏകദേശം എന്ന് പറയുന്നത് 4:30 തന്നെയല്ലേ നിന്റെ ബാഗ്? എന്തെങ്കിലും കളവ് പോയിട്ടുണ്ടോ? ഞാൻ നമ്മുടെ ലഗേജ് വന്നു. ബാഗ് മാത്രമേ ഉള്ളൂ. ഒരിക്കലും പറ്റിയാണ് പോകട്ടെ. ഇല്ല, കുഴപ്പമില്ല, സീനില്ല. നമ്മൾ ഇമിഗ്രേഷൻ കഴിഞ്ഞു, സിം എടുത്തു, ലഗേജ് കിട്ടി. പിന്നെ അടുത്തത് നമുക്കിനി സിറ്റിലോട്ട് ഇറക്കണം. സാധനം മേടിച്ചിട്ട് നമുക്ക് ഹോട്ടലിലോട്ട് പോകണം. അങ്ങനെ നമ്മൾ വന്നിട്ട് കുറച്ച് ക്യാഷ് വിഡ്രാന്ന് വിചാരിച്ചു. എന്തെങ്കിലും ആവശ്യത്തിന് ക്യാഷ് വേണ്ടി വന്നാലോ. നമ്മുടെ അടുത്തുള്ളൊരു ATM വന്നു. ഇവിടെ ക്യാഷ് എടുത്തോണ്ടിരിക്കുക. കാശയുടെ കാശ് ട്ടോ കൈജത്തോ. പത്തണല്ലേ? അങ്ങനെ നമ്മൾ പണക്കാരായി. ഈ കാശ് നമ്മൾ എങ്ങനെ ചെലവാക്കണം എന്നുള്ളതാണ് നമുക്കിനി അങ്ങോട്ടേക്കുള്ള എല്ലാ ദിവസത്തെയും പരിപാടി. നമ്മളങ്ങനെ മെട്രോ സ്റ്റേഷനിലേക്ക് കയറാൻ പോവാണ്. എന്നിട്ട് നമ്മൾ മെട്രോ എടുത്ത കാർഡ്. ഇനി നമ്മൾ മെട്രോയിൽ കയറിയിട്ട് സിറ്റിക്ക് പോവാണ്. നല്ല തണുപ്പാണെന്നാണ് പറയണത് പുറത്ത്. കരജോടെ നമ്മള് മെട്രോയുടെ അടുത്ത് കയറി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സിറ്റിക്ക്. 1 മണിക്കൂറുണ്ട് നമുക്ക് ഇവിടെ നിന്ന്. രാവിലെ ആയതുകൊണ്ട് അത്ര തിരക്കില്ല. പക്ഷെ പറയാൻ പോലെ നമ്മളിങ്ങനെ സിറ്റിയിലേക്ക് അടുക്കുന്തോറും ചിലപ്പോൾ നല്ല തിരക്കാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ പുറത്ത് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 11 ഡിഗ്രിയാന്ന് പറയണേ. ഏകദേശം നമ്മുടെ ഹോട്ടലിൻ്റെ അവിടെയുള്ള സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ അറിയാം തണുപ്പ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. നമ്മളങ്ങനെ മെട്രോയ്ക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ ഹോട്ടലിലേക്കുള്ള ഏകദേശം സ്ഥലത്തേക്ക് ഇറങ്ങാനായിട്ട് നമ്മൾ എത്തി. ഇവിടെ അത്യാവശ്യം വെയിലൊക്കെ ആയിട്ടുണ്ട്. രാവിലത്തെ ആൾക്കാർ വർക്കിന് പോകുന്ന തിരക്ക്. സിറ്റി കാണിച്ചാൽ നമുക്ക് നമ്മളത് ചൈനയൊന്നും പറയത്തില്ല. എന്താ പറയാ, യൂറോപ്പ് പോയ പോലത്തെ സെറ്റപ്പാണ്. ഇന്നത്തെ കാഴ്ചകൾ അതുപോലത്തെ കാഴ്ചകളാണ്. ആൾക്കാരൊക്കെ വർക്കിന് പോകാനുള്ള തിരക്കിലും ഇതിലേക്ക് ആൾക്കാർ. നമ്മൾ രാവിലെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ മെട്രോയുടെ അകത്ത് അത്ര തിരക്കില്ല എന്നുള്ളത്. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റോപ്പിലും കഴിയുമ്പോൾ ആൾക്കാർ കൂടി വരുമായിരുന്നു. അപ്പൊ തിരക്കായി തുടങ്ങി. പിന്നെ തണുപ്പുണ്ട്. തണുപ്പ് ഒരു 15-11 ഉണ്ട്. പിന്നെ കാറ്റില്ലാത്തതുകൊണ്ട് നമുക്ക് അത്ര അറിയുന്നില്ല. നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോട്ടലിൽ നേരത്തെ പോയിട്ട് നമ്മുടെ ലഗേജ് വെക്കാൻ പറ്റുമെന്ന് അറിയണം. നമുക്ക് ലഗേജ് വെക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ലഗേജർ വെച്ചിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ബാക്ക് ബാഗ് മാത്രം ഇട്ടിട്ട് നടക്കാനുള്ള സെറ്റപ്പിലാണ്. അപ്പോൾ ഏകദേശം നമുക്ക് സ്റ്റേ ഉള്ള ഹോട്ടലിനോട് എത്തി. ഇനി എൻ്റെ ഫ്രണ്ട് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ചോദിക്കാമോ? ചൈനീസ് തീരെ അറിയാത്തതുകൊണ്ടേ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് കൺഫ്യൂഷൻ വരാൻ പാടില്ലല്ലോ. അവിടെ എത്തിയിട്ട് നമ്മൾ കാര്യങ്ങൾ നല്ല ഡീലായിരിക്കണം. ഒരു മങ്ങിയ പോലെ ഉണ്ടല്ലേ ലെൻസും സ്ക്രീനും. എന്താണെന്ന് പറഞ്ഞൂടെ, ഒന്ന് സെറ്റ് ചെയ്യണം. അത് ഫിൽറ്റർ ഇട്ടിട്ടുണ്ട്. പക്ഷെ നോട്ടെ, ഫിൽറ്റർ ഇടാത്തപ്പോൾ അവസ്ഥ കാണിച്ചാൽ കേട്ടോ. ഇതാണ് ഫിൽറ്റർ ഇടാത്തപ്പോൾ അവസ്ഥ. അപ്പോൾ ഫിൽറ്റർ ഇട്ടിട്ട് ഇത്ര വ്യത്യാസമുണ്ട്.
അപ്പോൾ നമുക്കിനി ഹോട്ടലിൽ കയറാൻ നമ്മുടെ ലഗേജ് അവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റോർ ചെയ്യാൻ പറ്റും ചോദിക്കാം. സ്റ്റോർ ചെയ്യാൻ പറ്റും. നമുക്ക് ഇത്രയും വെയിറ്റ് താങ്ങി നടക്കണ്ടല്ലോ. നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോകാം. ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ഹോട്ടലിൽ വെച്ചു. നമുക്ക് 2 മണിക്ക് വരാനാണ് പണ്ടായിരുന്നത്. കാരണം നമ്മൾ 2 മണിക്കാണ് ബുക്കിംഗ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളിനി കോഫി കുടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ്. അടുത്തുള്ളൊരു കടയ്ക്കും പോയിട്ട് നമ്മൾ കോഫി കുടിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു മെമ്മറി കാർഡ് മേടിക്കണം. കാരണം നമ്മൾ കറന്റുള്ള മെമ്മറി കാർഡ് സ്റ്റോറേജ് തീരാൻ പോവാം. പിന്നെ ഒരു ഹാർഡ് ഡിസ്ക് മേടിക്കണം, ഡെയിലി വീഡിയോസ് കോപ്പി ചെയ്യാനായിട്ട്. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. എനിക്ക് ലേറ്റ് ആകാൻ പറ്റത്തില്ല. സമയം ഇപ്പം ഏകദേശം 8:17, 8:15 കഴിഞ്ഞു. ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ പണിക്ക് പോവുക, എന്താ പറയുക, പിന്നെ നല്ല വെയിലുണ്ട്, തണുപ്പുണ്ട് കേട്ടോ. തണുപ്പില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മളൊരു കോഫി ഷോപ്പ് ലക്ഷ്യമായിട്ടുള്ള യാത്രകളാണ്. ഇവിടെ പട്ടിനെ കാണിച്ചു തരാം. അമ്മച്ചി നോക്കി ചിരിച്ചു തന്നെയാണോ അതോ കടകളൊക്കെ തുറക്കണ ആൾക്കാർ കാണിച്ചു തരാം. ഇവിടുത്തെ മാളുകളാണ്. നമ്മളെങ്ങനെ അന്വേഷിച്ച് അവസാനം ലോസന്റെ അകത്ത് കയറി. നമ്മൾ കോഫിക്ക് ഓർഡർ കൊടുത്തു. നമ്മൾ ഇവിടെ നിന്നാണ് കോഫി കുടിക്കുന്നത്. ഇതിന് ട്രൈ ചെയ്യണോ? കുഴപ്പമില്ല. ഇവിടെ വന്നപ്പോൾ ഓപ്പോസിറ്റ് മെഗ്ഡി, ഓപ്പോസിറ്റ് സ്റ്റാർബക്സ്. കുഴപ്പമില്ല. ഇനി അടുത്ത തവണ അവിടെ നിന്ന് കഴിക്കാൻ. ഇവിടെ കോഫി അടിച്ചോണ്ടിരിക്കുമ്പോഴേ ഒരു അമ്മച്ചി വന്നിട്ട് പറഞ്ഞു, അമ്മച്ചിയുടെ കോഫി കടയാണോ എന്താണോ പറഞ്ഞോടെ താഴെ കടയുണ്ട്, അവിടെ വരുന്നുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്നാ പിന്നെ പോയി നോക്കാം. ചൈന വന്നിട്ടുള്ള ആദ്യത്തെ വെൽക്കമിങ് ആണ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്നിട്ട്. അപ്പൊ പിന്നെ അവിടെ നിന്ന് പോയിട്ട് എന്തെല്ലാം നോക്കിയിട്ട് വരാം. കോഫി ഷോപ്പാണോ എന്ത് ഷോപ്പാണെന്നൊക്കെ ചെന്നാലും അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും പോയി നോക്കാം. പുള്ളിക്കാരെ തപ്പി ഞങ്ങൾ കുറെ നടന്നു. പക്ഷെ പുള്ളിക്കാരെ എങ്ങോട്ടോ അപ്രത്യക്ഷമായി. ഇനി അവിടെ പോയിട്ട് തപ്പെന്ന് അറിഞ്ഞോടാ. എന്തായാലും നമുക്ക് ഇനി അടുത്ത സ്ഥലം നമുക്ക് സാധനം മേടിക്കാനുണ്ട്. നമുക്ക് അതിന് മേടിക്കാനായിട്ട് നമുക്ക് പോവാം. സജിന്റെ അടുത്ത് ആൾ പിടിച്ചു. സജിലേ, ഇത് ഭയങ്കര എളുപ്പമുള്ള പരിപാടി അല്ലല്ലേ? നമ്മൾ നമ്മളിത് നടന്നു കഴിയുമ്പോഴേ കുറെ ആൾക്കാർ ഇങ്ങനെ വരും. വാച്ച്, തൊപ്പി, ഷർട്ട്, പാന്റ്. നമ്മളിങ്ങനെ എന്തോ എന്താ സാധനം അറിഞ്ഞോടാ. ഒരു സാധനം മേടിച്ചു. ഹലോ, നമ്മളങ്ങനെ ഒരു ഡ്രോൺ മേടിക്കാൻ വേണ്ടി ടീച്ചറുടെ ഷോപ്പ് അന്വേഷിച്ച് ഇറങ്ങിയതാ. അന്വേഷിച്ചപ്പോ പോലീസിന്റെ വായടകത്തേക്ക് പോയിട്ട് പോലീസുകാർ പിടിച്ചോണ്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ഇറങ്ങിയൊരു ഏരിയയിൽ മൊത്തം ചെക്കിങ് ഇവിടെ മൊത്തം പോലീസുകാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്താ പറയാ, അവിടെ ഏതോ വലിയൊരു ഹയർ ഒഫീഷ്യൽ ആരോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അറിഞ്ഞോട് ആരാ വരാൻ പോണെന്നുള്ളത്. പക്ഷെ അവിടെ ഭയങ്കര സെക്യൂരിറ്റി ആണ്. അത് മാത്രം നമുക്കറിയാം. നമ്മളാ സെക്യൂരിറ്റി ഉള്ളിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലുലു ലെമൺ. രാവിലെ അമ്മച്ചി വിളിച്ച എന്താ പറയാ, കോഫി അടിക്കാൻ വേണ്ടി വിളിച്ച മാളില്ലേ, അമ്മാളുടെ അകത്ത് അമ്മച്ചിനെ അന്വേഷിച്ച സമയത്ത് കണ്ടത് മൊത്തം ചെരുപ്പ്, ജാക്കറ്റ്സ്, അതായത് ഗേൾസിന്റെ മൊത്തം ഡ്രസ്സുകൾ, അതും കിടിലൻ ഡ്രസ്സുകൾ. നമ്മളിപ്പോഴും ഡേജായുടെ ഷോപ്പ് അന്വേഷിച്ച് നടക്കുകയാണ് ഒരു സാധനം മേടിക്കാനായിട്ട്. നമ്മളങ്ങനെ ഒരു ഡ്രോ മേടിക്കാൻ പോവാണ്. കുറേ കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു DJI 5 മിനി പ്രോ സീരീസിലെ
സോ നമ്മൾ ചൈന കൊണ്ടാണ് മേടിക്കുന്നത്. ചെറിയൊരു വില വ്യത്യാസമുണ്ട്, പക്ഷെ നമുക്ക് ഇത് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല ടാക്സ്, കാരണം നമ്മൾ പാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിന് കുഴപ്പമില്ല, നമ്മളെന്തായാലും മേടിക്കും. വാറൻറ്റി ഇൻ്റർനാഷണൽ ആയിരിക്കും തോന്നുന്നു. അപ്പോൾ ഇതാണ് ഷോപ്പ്. നമുക്ക് മേടിക്കാൻ ഹെൽപ്പ് ചെയ്ത ആളാണിത്. ആൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ആള് നമുക്ക് ഡ്രോണൊക്കെ പറത്തിയൊക്കെ കാണിച്ചു തന്നു. ആളുടെ പേരെന്തായിരുന്നു? പങ് പങ്. ആളെന്തോ നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നിട്ട് റേറ്റിംഗ് കൊടുക്കണം. നമ്മൾ ഫുൾ റേറ്റിംഗ് കൊടുക്കാനാണ്. അപ്പോൾ ഇത് DJയുടെ സ്റ്റോർ കിട്ടും ഷാങ്ങായത്തെ. ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് ഡ്രോൺ മേടിച്ചത്. നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അറിഞ്ഞോടെ എങ്ങനെയാണെന്നുള്ളത്. ടാക്സ് റീഫണ്ട് കിട്ടാനൊക്കെ പാടായിരിക്കും എന്നാണ് പറഞ്ഞത്. പാടായിരിക്കും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച സാധനമാണെങ്കിൽ ടാക്സ് റീഫണ്ട് കിട്ടത്തില്ല, അൺപാക്കഡ് ആയിട്ട് ആയിരിക്കണം. നമ്മളിതാണ് മേടിച്ചത്, DJI Mini Pro. നമ്മളങ്ങനെ ഡ്രോൺ മേടിച്ചു. ഇനി നമ്മൾ പോണത് നമുക്ക് മെമ്മറി കാർഡും പിന്നെ പവർ ബാങ്കും മേടിക്കണം. ചൈനയുടെ പവർ ബാങ്കിൻ്റെ സ്റ്റാൻഡേർഡ് വ്യത്യാസമാണ്. നമ്മുടെ നാട്ടിലുള്ള ലോക്കൽ പവർ ബാങ്ക് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ചൈനയിലൊരു CCC കാറ്റഗറിയിലുള്ള പവർ ബാങ്ക് മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ പവർ ബാങ്കും മേടിക്കണം, നമുക്ക് മെമ്മറി കാർഡും മേടിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഫോണിന് ചാർജ് ഉണ്ടാവത്തില്ല. പിന്നെ മെമ്മറി കാർഡ് നമുക്ക് ഡ്രോണിലും വേണം, പിന്നെ നമ്മുടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ക്യാമറ ഓസ്മോ പോക്കറ്റ് 3ലും ഉപയോഗിക്കണം. അപ്പോൾ അത് മേടിക്കാനായിട്ട് നമുക്ക് അടുത്തുള്ളൊരു ഇലക്ട്രോണിക് ഷോപ്പിലോട്ട് പോകണം. അപ്പോൾ നമ്മൾ ടാക്സിയിലാണ് പോകുന്നത്. അവിടെ ടാക്സ് ഒക്കെ ഭയങ്കര ചീപ്പാണ്. 3 കിലോമീറ്ററിന് $2.5. കമ്പാരിറ്റീവ് ഒരു 3-4 പേരൊക്കെ ഉണ്ടെങ്കിൽ വളരെ ചീപ്പാണ്. ഞങ്ങൾ 2 പേരുള്ളതുകൊണ്ട് ഇത് പിന്നെ വലിയ കുഴപ്പമില്ല. നമ്മൾ ടാക്സി ആദ്യമായിട്ടും ടാക്സി എടുക്കുന്നത്. അപ്പോൾ ടാക്സി എവിടെയാണ് വരാൻ പോകണമെന്നൊന്നും അറിഞ്ഞോടാ. ഞങ്ങൾ ടാക്സി വരണോടത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരക്കാണ് ചില ഇവിടുത്തെ. പച്ചി നമ്മളാ DJന്ന് മേടിച്ച നേരുന്നപ്പോൾ ആ കൊച്ചുണ്ടല്ലോ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു സാധനം മേടിക്കാനൊക്കെ ആയിട്ട്. ഇനി നമുക്ക് ടാക്സി ആദ്യമായിട്ട് എടുക്കണം. അപ്പോൾ ടാക്സി അവിടെ വരുന്നുള്ള കാര്യം ഷുവറായിട്ട് അറിഞ്ഞോടാ. ഇവിടെ ആണെന്ന് പ്രതീക്ഷിച്ച് ഞാനും സജിലും ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ടാക്സിയുടെ ചിഹ്നമാണ്. ടാക്സിയുടെ ചിഹ്നൊക്കെയാണ്. അതല്ല, ടാക്സിയിൽ കയറിയപ്പോൾ പിൻ നമ്പർ കൊടുക്കണമായിരുന്നു. പിൻ നമ്പറോട് ആദ്യം വിചാരിച്ചത് OTP ആണെന്നാണ്. പിന്നെയാണ് മനസ്സിലായത് ഫോൺ നമ്പറിൻ്റെ ലാസ്റ്റത്തെ 4 ഡിജിറ്റ് ആണെന്നുള്ളത്. നമ്മൾ ആദ്യമായിട്ടാണ് ടാക്സി എടുക്കുന്നത്. ചേർത്തിർത്ത് എന്തായി, അതാ വലിയ ടാക്സി എടുത്തിരുന്നെങ്കിൽ ചേർത്തു. അങ്ങനെ ഇപ്പോൾ ആ കാര്യം മനസ്സിലായി നമ്മൾ ഏത് പിൻ നമ്പർ കൊടുക്കണ്ടെന്നുള്ളത്. പുള്ളിക്കാരൻ ചൂടൊന്നായില്ല കേട്ടോ. പുള്ളിക്കാരൻ നൈസായിട്ട് കാര്യം ഡീൽ ചെയ്തു. നമുക്ക് അധികം ദൂരം ഇല്ല, നമുക്ക് ജസ്റ്റ് ഒരു 3 കിലോമീറ്റർ നമ്മളൊരു ഇലക്ട്രോണിക് ഷോപ്പിംഗ് സെൻറ്ററിൽ എത്തും. അവിടെ എത്തിയിട്ട് കാണാം. വില പേശൊക്കെ മേടിക്കേണ്ടി വരും. നമ്മളാണെങ്കിൽ വില പേശി മേടിക്കാത്ത ഒരു എക്സ്ട്രീം ഇൻട്രോവേർട്ടും വില പേശി എങ്ങനെ മേടിക്കാന്ന് പറയാൻ പറ്റാത്ത. നമ്മളിപ്പോൾ ഏകദേശം എന്ന് പറയുകയാണെങ്കിൽ മറ്റേ ചൈനയുടെ ഉൾഗ്രാമങ്ങളില്ലേ, ഗ്രാമമല്ല പട്ടണത്തിൻ്റെ ഉൾവശങ്ങളില്ലേ, ബിഹൈൻഡ് ദ സിറ്റി അറിയാ, ചെറുകടകൾ, പല ചെറുകടകൾ സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ. രസമാണ്. ഇതിൻ്റെ അകത്ത് വണ്ടി പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം സീനാണ്. കാരണം ചില വണ്ടികളൊക്കെ ഒരു മൈലില്ലാതെ ഇരിക്കുന്ന സൈഡിലൂടെ പോവാം. പറയാം. പിന്നെ ഓട്ടോറിക്ഷകൾ പോലത്തെ റിക്ഷ വണ്ടികൾ. നമ്മളിപ്പോൾ പോണത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാങ്ങായ് ഇലക്ട്രോണിക്സ് മാർക്കറ്റിലേക്കാണ് പോകണം. അവിടെ കുറച്ച് സാധനങ്ങൾ അധികം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ചോയ്സ് പോലെ നോക്കി അധികം നേരമില്ല, നമ്മൾ പെട്ടെന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങും. നമ്മൾ ഏകദേശം എത്തിയെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. നമ്മൾ ഏകദേശം ഷാങ്ങായ് മാർക്കറ്റിൻ്റെ അകത്ത് എത്തി ഇലക്ട്രോണിക്സിൻ്റെ. പക്ഷേ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച ഇലക്ട്രോണിക്സ് അല്ല കൂടുതലുള്ളത്. ഇവിടെ മറ്റേ കൂടുതലും മെഷീൻസിൻ്റെ ഒക്കെ പാർട്സ്, ഇലക്ട്രോണിക്സ്, മറ്റേ PCB ബോർഡ്, LCD, പിന്നെ അങ്ങനത്തെ വീടുപരമായത് അല്ലെങ്കിൽ
ഫ്യൂസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് വേണ്ടത് പവർ ബാങ്കും പിന്നെന്തുവാ മെമ്മറി കാർഡ്, ഹാർഡ് ഡ്രൈവ്, ഹാർഡ് ഡിസ്ക് അങ്ങനത്തെ പോലത്തെ ഐറ്റമാണ്. അപ്പൊ നമുക്ക് കയറി നോക്കാം. ഇതൊരു 10-15 നിലയുണ്ടെന്നുണ്ട്. ഇത് മൊത്തം ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി നോക്കാം. കിട്ടണ കട എന്നിട്ട് കാണിച്ചു തരാം എത്രയാവും, എങ്ങനെയാണ് പ്രൈസ്, അറൗണ്ട് എങ്ങനെയാണെന്നുള്ളത്. ഇലക്ട്രോണിക്സിന്റെ നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഐറ്റംസ് ഇവിടെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കാം, എന്തായാലും വന്നതല്ലേ. യെസ് ഗൈസ്, അതിന് 6 മണിക്കൂറത്തെ 6 എത്ര മണിക്കൂർ പോയി? നമ്മുടെ ഒരു 6-7 മണിക്കൂർ പോയാണ്. നമ്മൾ പറ്റിയ എന്താ നമ്മുടെ സ്റ്റോറേജ് മെമ്മറി കാർഡ് മേടിക്കാനും പിന്നെ ഹാർഡ് ഡിസ്ക് മേടിക്കാനൊക്കെ ആയിട്ട് നടന്നതാണ്. അങ്ങനെ പല കടകൾ കയറി നടന്നു. അവസാനം എവിടുന്നും കിട്ടിയില്ല. അവസാനം നമ്മൾ Hello, can I take picture with you? Okay? Okay. Also call my friend. Sajile? Yeah. Thank you. It's okay, fine. Shishini. My name is曹丽。 Holy. 对对。 Vincent. Vincent. 咱们记录一下。 Oh, also YouTuber. You got channel? Yes. You're China. Yes, China. China. 我手机呢？他们就在中国。 ചൈനയുള്ള കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. Say hi. Hi. Where from? From India, but in from Working in Singapore. Singapore. India. Yeah, India, but But stay working in in Singapore. Singapore. 新加坡。 Indo. 哦，印度。哦，你会说中文？ Yeah, Indo. India. Ah, Indo. Indo, yeah. Yeah. English a little. It's okay, it's okay. It's okay. You Shanghai or 啊， Shanghai? 对。Yeah. Bye bye. ബൈ. നമുക്ക് ചൈനയിൽ നിന്ന് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. ഫ്രണ്ട്സ് പോയി. അതെന്തിനാണ് ഫോട്ടോ എടുത്തത്? നല്ല ഉദ്ദേശത്തോടെയാണെന്ന് തോന്നുന്നു അല്ലേ? നല്ല ഉദ്ദേശത്തോടെയാണ്. ചിലര് ഊക്കാൻ വേണ്ടി വന്ന് ഫോട്ടോ എടുക്കും. ഇത് കളിലേക്ക് പോകും. പക്ഷെ ഇവരങ്ങനെ ആയിരുന്നില്ല. ഞാൻ ആദ്യം വിചാരിച്ച് ഊക്കാനാന്ന് വിചാരിച്ചത്. പക്ഷെ അവർ വന്നെടുത്തു, രണ്ടാമതും പിന്നെയും വന്നെടുത്തു. നല്ല പിള്ളേർ. അവർ ഇവിടുത്തെ ലോക്കൽ ഷാങ്ങായി പിള്ളേരാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നത് നമ്മളൊരു 6-7 മണിക്കൂർ നമ്മളൊരു മെമ്മറി കാർഡ്, ഒരു ഹാർഡ് ഡിസ്ക് മേടിക്കാനായിട്ട് കളഞ്ഞു. അതിന് അവസാനം നമുക്ക് കിട്ടി. അത് ഇവിടുന്ന് ആപ്പിൾ സ്റ്റോറിൽ നമ്മൾ തുടക്കം മുതൽ കണ്ടുവരുന്നു. നമ്മള് വില കുറവിട്ട് നല്ലത് മേടിക്കാന്ന് വിചാരിച്ച് നടന്ന് നമുക്ക് അവസാനം ഇവിടുന്ന് കിട്ടിയില്ല. അവസാനം നമ്മൾ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് തന്നെ വന്ന് മേടിച്ചു. കുഴപ്പമില്ല, നമുക്ക് ആവശ്യമായി പോയല്ലോ. എന്താ പറയുക സ്ഥലത്തിന്റെ പേര്? ബുണ്ട്. കറക്റ്റല്ലേ? ദ ബുണ്ട്. അല്ലെങ്കിൽ നല്ല തിരക്കാട്ടോ. തിരക്കാൻ ചേരാം. വ്യൂ ഒന്ന് കാണിച്ചു തരാം. കിടിലൻ വ്യൂ അല്ലേ? നമ്മൾ കാണാൻ വന്ന ബിൽഡിംഗ് ഇടറോ? നമ്മൾ കാണാൻ വന്ന ബിൽഡിംഗ് അവിടെ ഉണ്ട്. നമ്മൾ കാണാൻ വേണ്ടി പോകും. ഇവിടെ ഫേമസ് ആയ ഹോട്ടലാണിത്. നമുക്ക് അടക്കാൻ സമയമായി. ടോക്കിയോയിൽ കണ്ടിട്ടില്ലല്ലോ ഇതുപോലത്തെ ഒരു ക്രോസിംഗ്. ഇവിടെ ഫോട്ടോ എടുക്കാൻ ഒരു കുറേ പേര് നമ്മുടെ മുന്നിൽ നടന്നു. ഫോട്ടോ കാണോ? മെമ്മറി കാർഡാ? മെമ്മറി കാർഡ് അവിടെ കിട്ടുന്ന പറഞ്ഞാൽ അവിടെ പോകും. കാരണം നമ്മുടെ മെമ്മറി കാർഡൊക്കെ ഫില്ലായി പോയി രാവിലെ വീഡിയോ എടുത്തിട്ട്. അവസാനം നമ്മള് ഷൂട്ട് ചെയ്ത പണ്ടത്തെ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പം എടുക്കുന്നത്. മെമ്മറി കാർഡ് കിട്ടാൻ ചെന്നിട്ടല്ല, നമുക്ക് മെമ്മറി കാർഡും ഹാർഡ് ഡിസ്ക് ഒരുമിച്ച് കിട്ടണമായിരുന്നു. പക്ഷെ അവിടെ ചെല്ലുമ്പോഴും ഹാർഡ് ഡിസ്ക് ഇല്ല, മെമ്മറി കാർഡ് ഉണ്ടാവും. നമ്മൾ രണ്ടും ഒരുമിച്ച് കിട്ടുന്ന സ്ഥലത്ത് മേടിക്കാന്ന് വെച്ചിട്ടാണ് നടന്നത്. അതാണ് ഹാർഡ് ഡിസ്ക് കിട്ടി, മെമ്മറി കാർഡ് കിട്ടിയിട്ടില്ല. എപ്പോഴും മെമ്മറി കാർഡ് ഇനി പോകുമ്പോൾ എവിടെന്നെങ്കിലും മേടിക്കാന്ന് വിചാരിക്കുന്നു. നേരത്തെ നമ്മുടെ ഹോട്ടലിന്റെ വ്യൂ ഇടുന്ന കാണിച്ചാൽ കിട്ടുന്നില്ലേ? 奇怪，人家坐地铁就来了。 അടിപൊളി. വീക്ക് ഡേ ആയിട്ട് ഇത്ര തിരക്കി. അപ്പൊ വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി സമയം കൊണ്ട് ഞാനിപ്പോ പറഞ്ഞുതരാം. സമയം ഇപ്പൊ ഏകദേശം 6:10 ആയിട്ടുള്ളൂ.
അപ്പോഴേക്കും ഭയങ്കര ഇരുട്ടായി. ഭയങ്കര ഇരുട്ടെന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ പൂര തിരക്കായി. അതുപോലെ നമ്മൾ രാവിലെ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമ്മുടെ തപ്പാനുണ്ട്. അപ്പൊ ഇവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നൈറ്റ് ആയപ്പോഴേക്ക് തിരക്ക്. നമുക്കിനി കാണാൻ വന്ന ആ ഒരു ടവർ ഉണ്ട്, TV ടവർ. ആ TV ടവറിന്റെ അടുത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. നമുക്ക് കിടലിനൊരു കാഴ്ച തരണേ. കിടലിനൊരു കാഴ്ച കണ്ടോ? ക്യാമറയിൽ എത്രത്തോളം വ്യക്തമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് നേരിട്ട് കാണാൻ കിടിലോസ്കിയാണ്. ചെറിയ രീതിയിൽ തണുപ്പുണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ എന്ന് പറഞ്ഞാല് അത്യാവശ്യം നല്ല രീതിക്ക് തണുപ്പുണ്ട്. മൊത്തം ഒച്ചപ്പാടാണ് എന്താ പിന്നെ, മൊത്തം ഒച്ചപ്പാടത്തിന് മൊത്തം ഒച്ചപ്പാട്, മൊത്തം നല്ല തിരക്ക്. നോക്കിക്ക എത്ര തിരക്കാന്ന്. നമ്മളിപ്പോ എത്തിയിട്ടില്ല, നമുക്കിപ്പോ അടുത്ത് കാണാം. ഏകദേശം നമ്മൾ ഈ കാണുന്ന ഈ ടവർ ഉണ്ടല്ലോ, അവിടെ ടവർ, ഈ ടവർ നമ്മുടെ മുന്നിലൊരു പുഴയുണ്ട്. ആ പുഴയുടെ അപ്പുറത്താണ് ആ ടണൽ വരുന്നത്. കുറെ ആൾക്കാരുണ്ട്, ഇവിടെ ലോക്കൽസ് ഉണ്ട്, ഫോറിനേഴ്സ് ഉണ്ട്, മൊത്തം ആൾക്കാരുടെ വന്നേക്കാം. ഞാൻ നേരത്തെ കണ്ടാൽ ആ ലൈറ്റ്സ് ഒക്കെ കണ്ടില്ലേ, അത് കിടിലാണ് ഡയറക്റ്റ് കാണാനായിട്ട്. കിടിൽ എന്ന് പറഞ്ഞാൽ കിടിലൻ. ഇതിന് ഓപ്പോസിറ്റ് കാണിച്ചാൽ നേരത്തെ പറഞ്ഞ ആ TV ടവർ. TV ടവർ ലിറ്ററലി പറയുകയാണെങ്കിൽ നമ്മൾ മറ്റേ ഹാർഡ് ഡിസ്കും മെമ്മറി കാർഡും മേടിക്കാനായിട്ട് ആ മാള്, ഈ മാള്, ഈ മാള്, ഈ മാള്, ഏകദേശം കുറെ മാളുകൾ നമ്മൾ മൊത്തം അവിടെ കറങ്ങി. അത് കറങ്ങി കിട്ടാണ്ടായപ്പോഴാണ് നമ്മൾ തിരിച്ച് നമ്മുടെ അവിടെ തന്നെ നോക്കാൻ വേണ്ടി തിരിച്ചു വന്നത്. വന്നു കഴിഞ്ഞപ്പോൾ ഈ അവസാനം വിചാരിച്ചു ഞാൻ ആപ്പിൾ സ്റ്റോറിലൊന്ന് കയറി നോക്കാം. ഇത് കയറി നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആവശ്യമുള്ളതുകൊണ്ടും അത്യാവശ്യമായതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ മേടിച്ചു. ഇനി ഇപ്പോൾ കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ സാധനങ്ങളുണ്ട്, അപ്പോൾ കുഴപ്പമില്ല. ആൾക്കാർ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. റോട്ടിലത്തെ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ രസം. റോട്ടിൽ മൊത്തം ബ്ലോക്കാവും. ഇതാണ് അടുത്തുനിന്നുള്ള ദൃശ്യം. ഇതാണ് നേരത്തെ പറഞ്ഞ ആ ഒരു പുഴ. അപ്പൊ ഇത് TV ടവർ, ഇത് ഷാങ്ഹായ് ടവർ. എൻ്റെ താഴത്തെ അപ്പുറത്തെ ഉണ്ട് അവിടെ സ്ക്രീനിൽ ഐ ലവ് ഷാങ്ഹായ് എന്ന് പറഞ്ഞിട്ടൊക്കെ വരും. ഓക്കെ, വരും അവിടെ സ്ക്രീനിൽ. മേലെ അവിടെ ഷാങ്ഹായിനെ എഴുതി കാണിക്കും, വെൽക്കം ടു ഷാങ്ഹായ്. അപ്പൊ അത്രയുള്ള കേസ് നമ്മളിവിടെ നിന്ന് തിരിക്കാൻ നോക്കാണ്. ഫോട്ടോ എടുത്ത് കഴിഞ്ഞു. നമ്മളിനി നേരെ നടന്നല്ലട പോന്ന്, നടന്നിട്ടാണ് ഹോട്ടലിലോട്ട് പോകണം. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉള്ളൂ. രാവിലെ ഒരു 10-15 കിലോമീറ്റർ നടന്ന് നമുക്കിതൊരു 1.5 കിലോമീറ്റർ ഒന്നുമല്ല. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോണത് ഒരു പുല്ലൊക്കെ വെച്ച് മുളപ്പിച്ച ഒരു മതിൽമ കണ്ട കേട്ടോ. 3D ആയിട്ടുള്ള ബട്ടർഫ്ലൈ ഇനിയുണ്ട്. 3D ആണ്. അതായത് മറ്റേ ഫാനിന്റെ മേലെ LED വെച്ച സെറ്റപ്പ് ഇല്ലേ, പലയിടത്തുണ്ട്. അതുണ്ട്. ആൾക്കാർ വെയിറ്റ് ചെയ്യാണ് ഈ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിട്ട്. അവിടുന്ന് ട്രാഫിക് ലൈറ്റ് കത്തി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കിടക്കുന്ന പോലീസുകാര് അവരെ മൊത്തം തുറന്നു വിടും. അതിനാളുള്ളവർക്ക് മൊത്തം ഇങ്ങോട്ടേക്ക് വരാം. അപ്പൊ ബിൽഡിങ്ങിന് രക്ഷയില്ല. ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് കിടിലൻ. നേരത്തെ കണ്ടിന്യൂ കേട്ടോ, പക്ഷെ കാണാൻ ഭയങ്കര രസമാണ്. ആ ആൾക്കാർ പോയിരുന്നു. അവിടെയും തുറന്നു, ഇവിടെയും തുറന്നു. ഈ പോണ വഴിക്ക് വേറൊരു കാര്യം കാണിച്ചു തരണം. ഒക്കെ കല്യാണത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഷൂട്ടിങ്ങാണ് ഇവിടെ. ഇവിടെ പറഞ്ഞു, ഇവിടെ ഒരു ഷൂട്ടിങ്, അത് കഴിഞ്ഞ് അവിടെ ഒരു ഷൂട്ടിങ്, അതിന് പിന്നിൽ വേറൊരു ഷൂട്ടിങ്. മൊത്തം ഒരു 3 ഷൂട്ടിങ് ഇപ്പോ ഇവിടെ ലൈവായിട്ട് നടക്കുന്നുണ്ട്. കാരണം ഇത് ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ ബാക്ക്ഗ്രൗണ്ട് കിടിലൻ ബാക്ക്ഗ്രൗണ്ടാണ്. എല്ലാരും ഇവിടെ നിന്ന് വന്നിട്ട് കപ്പിൾ ഫോട്ടോ എടുക്കാനായിട്ട് ആഗ്രഹിക്കും. പോലീസുകാരുടെ വണ്ടി കൊള്ളാം. പോലീസുകാരെ അറിയില്ല, പെട്ടു. നമുക്ക് കൃത്യം ക്യാമറ വെച്ചപ്പോ പോലീസുകാർ വണ്ടി ഇറങ്ങി. അവരെടുക്കുന്നില്ല, അവരെടുക്കുന്നില്ല. അവരെന്റെ സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അവരെ മാറ്റി നിർത്തുന്നതായിരിക്കും.
പോലീസുകാരേനി ആൾക്കാർക്ക് ഇപ്പോഴും ലൈവ് ആട്ടോ. ലൈവ് ആവാനായിട്ട് സമയം 7 മണി ആയിട്ടുള്ളൂ. സോറി 7 മണി കഴിഞ്ഞിട്ടുള്ളൂ. ഫ്രണ്ട്സൊക്കെ ആയിട്ട് കൂട്ടമായിട്ട് നടക്കുക, ഫാമിലിയായിട്ട് വാക്കിന് പോവുക, ഫുഡ് കഴിക്കാൻ പോവുക. ആൾക്കാർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കും ഫുഡ് കഴിക്കാനായിട്ടൊരു സ്ഥലം കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞ് വീട്ടിൽ പോകണം, കുളിക്കണം, സുഖമായിട്ടൊന്ന് ഉറങ്ങണം. എന്നാൽ നൈറ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഉറക്കൊക്കെ കണക്കായിരുന്നു. നമ്മളതിന് ഇരുത്തി ആലോചിച്ചിട്ട് ഞങ്ങളൊരു കടവ് ഓപ്പോസിറ്റ് വന്നിട്ട് ഇരിക്കുക. നമുക്ക് ഈ കടവ് കയറാമല്ലേ, വെറുതെ മെനു മൊത്തം നോക്കി. പിന്നെ ഡൗട്ട് നമ്മളെ കയറ്റുമായിരിക്കില്ലേ, കയറ്റാതിരിക്കാനപ്പം നമുക്ക് പോയി ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒതന്റിക് ചൈനീസ് റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ആ കടയെ ലക്ഷ്യമാക്കി അങ്ങ് ചലിക്കുകയാണ്. ലൈലിൽ ഇരുന്ന് കുടിക്കണം. നമുക്കിത് അവിടെ ഫാമിലി മാർട്ടുണ്ട്. ഇവിടുന്ന് ചൂടാക്കിയിട്ട് നല്ല ബെണ്ണോ നമ്മളതിനെ കണ്ടുപിടിച്ച കടയാണ് ഇത്. അടുത്തുണ്ട് മറ്റേ ഡബ്ലിങ്സ് ഉണ്ട്. സെറ്റാ എവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കാം. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു ഗൈസ്. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ അത് ഓർഡർ ചെയ്താൽ ഞാൻ പറഞ്ഞല്ലോ. ഇത് ഒരാൾക്കൊന്നും ഇതാന്നുണ്ടല്ലേ? ഓ ഇതാണ് 39. ഈ മെന്റുവിന് വരാല്ലേ? കുറച്ച് ഹെവി ആയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കുഴപ്പമില്ല, ട്രൈ ചെയ്യാം. ഡബ്ലിങ് ഓർഡർ ചെയ്തായിരുന്നു, ബാഗ് അത് പറയായിരുന്നത്. പറഞ്ഞിരുന്നെങ്കിൽ മൂഞ്ചി പോയായിരുന്നു. സൂപ്പ് കണ്ടിട്ട് മറ്റേ ഒരു ഇതൊക്കെ കിടക്കുന്നുണ്ട്. വെച്ചേക്കാം. കേൾക്കുന്നില്ലേ? ഇത് എന്തിട്ടുണ്ടാന്ന് വിചാരിക്കല്ലേ. നല്ല പല്ലി ചെറിയൊരു റൊട്ടേഷൻ ഉണ്ടാവുന്നൊരു ഡൗട്ട്. നീ സേഫായിട്ട് കളിച്ചില്ലേ? അവന്റെ ഫുഡ് അവൻ സേഫായിട്ട് കളിച്ചു. ഫ്രൈഡ് റൈസും ബീഫാണത്. അതുകൊള്ളാം. ഫ്രൈഡ് റൈസും ബീഫും. നമുക്ക് എന്താ നൂഡിൽസും സൂപ്പും മിക്സ് നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത്. ഇല്ലെങ്കിൽ അവൻ്റെ കൈയിട്ട് വരാം. ഇത് പറ്റില്ലടാ, ഇതിന് നല്ല ബീഫിന്റെ ചോക കാണുന്ന പോലെ അല്ലേ? കവർ ഇട്ടിട്ട് പോണ്ടിരുന്ന് എനിക്ക് തോന്നാം. ഇവരുടെ കോൺസെൻട്രേറ്റ് ചെയ്തായിരിക്കാം. അതൊന്നെങ്കിൽ ബീഫ് അല്ലെങ്കിൽ നല്ലത് അത് ടേക്ക് പറയാൻ കളയാ. അത് അതിൻ്റെ എല്ലാം കയറിയുണ്ട്. വെറുതെ എല്ലാം മറ്റേ വീഡിയോയിൽ പറയണേ. മുളച്ചൂട് ഇത് റൈസ് ഓക്കെയാ, ബീഫ് ഭയങ്കര നല്ല സാധനം, പക്ഷെ പറ്റില്ല. നമുക്ക് പറ്റിയത് ഡബ്ലിംഗ് ആയിരുന്നു. ഡബ്ലിംഗ് ഓർഡർ ചെയ്യാൻ ഇങ്ങനത്തെ സീനിലായിരുന്നു. ഇത്രയും ഒത്തന്റിക് ആവും വിചാരിച്ചില്ല. സൂപ്പ് കൊള്ളാം. ബീഫിന് മസാല ഒന്നും ഇല്ലാത്തതുകൊണ്ടേ ഇപ്പൊ നമുക്ക് വേവിച്ച് കഴിഞ്ഞാൽ ഇത് നമ്മള് ബീഫ് നുറുക്കില്ലേ, ആ ഒരു സമയത്ത് പെരട്ടി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇട്ടാണ്. അപ്പൊ ശരി, കഴിക്കട്ടെ. ഒന്നെങ്കിൽ ചിലപ്പോൾ ഇത് കഴിക്കും, അല്ലെങ്കിൽ ഇത് ടേക്ക് അവേ എന്ന് കൊണ്ട് ചിലപ്പോൾ കളയല്ല. അതായത് നമുക്ക് വേറെ വഴിയില്ല. ഇപ്പൊ നമുക്ക് പുറത്തുനിന്ന് വല്ല കടയിൽ നിന്ന് വല്ല ബണ്ണ് മേടിച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഒരെണ്ണം കഴിക്കാൻ നോക്കിയാൽ പറ്റും, എല്ലാം കൂടി തീർക്കാൻ പറ്റില്ല.
അപ്പൊ കഴിക്കട്ടെ. നമ്മൾ ഫുഡൊക്കെ ഒരു വിധത്തിൽ കഴിച്ച് തീർത്തു. നമ്മളെ കൊണ്ട് എന്താ പറയാ, നമ്മളെ കൊണ്ട് മൊത്തമായിട്ടൊന്നും കഴിക്കാൻ പറ്റിയില്ല. നമ്മൾ ഏകദേശമൊക്കെ കഴിച്ചു. കാരണം നമ്മൾ ഓൾറെഡി ഇന്ന് ഈവനിങ് ലൈറ്റാടെ ഫുഡ് കഴിച്ചത്, സോറി ഉച്ചത്തെ ലഞ്ച് കഴിച്ചത് ഒരു 3-3:30 ആയപ്പോഴാണ്. അങ്ങനെ കഴിച്ചപ്പോൾ നമുക്ക് തന്നെ ഇപ്പം പിന്നെയും ഡിന്നർ കഴിക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ വിശപ്പുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നേരത്തെ കിടന്ന് ഉറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കഴിച്ചതാണ്. പക്ഷെ അത് നമ്മൾ ചൈനീസ് ഫുഡ് കഴിക്കാറുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഫ്രണ്ടും സിംഗപ്പൂര് താമസിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ചൈനീസ് ഫുഡും എല്ലാ ഫുഡും ട്രൈ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ഇന്ന് ട്രൈ ചെയ്തത് സൂപ്പ് കൊള്ളായിരുന്നു. പക്ഷെ അവൻ ഓർഡർ ചെയ്ത ഫ്രൈഡ് റൈസിൽ ബീഫ് ഭയങ്കര റോ ടേസ്റ്റോടെ തോന്നി. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത നൂഡിൽസില്ലേ, അതിലത്തെ മീറ്റ് ബീഫും അത് ഭയങ്കര റോ ആയ പോലെ തോന്നി കാണുമ്പോഴേ. വെന്തിട്ടുണ്ട്, പക്ഷെ കാണുമ്പോൾ ഭയങ്കര റോ മെറ്റീരിയൽ പോലെ തോന്നി. അതുകൊണ്ട് കഴിക്കാനൊരു മൂഡ് പോയി. പിന്നെ ആ സൂപ്പൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഡബ്ലിങ് ഓർഡർ ചെയ്തായിരുന്നു. പക്ഷെ ഡബ്ലിങ് പിന്നെ വിചാരിച്ചു കൂടുതലായാലോ എന്ന് വിചാരിച്ചിട്ട് ഡബ്ലിങ് ക്യാൻസൽ ചെയ്തു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മളിനി പോണത് ഹോട്ടലിലോട്ടാണ്. അതാണ് ബിൽഡിങ്ങില്ലേ. നമ്മൾ ഇന്ന് രാവിലെ വന്നിട്ട് നമ്മൾ ബാഗ് കൊടുത്ത ഹോട്ടലാണത്. നമുക്കിനി ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാം. തണുപ്പ് ചെറിയ രീതിക്ക് തണുപ്പുണ്ട് കേട്ടോ. അവർ ഒരു 18-17 റേഞ്ചിൽ പുറത്ത് തണുപ്പുണ്ട്. കാറ്റ് വീശുമ്പോഴാണ് ഇത് കൂടുതൽ സീൻ. അല്ലാത്ത സമയത്തൊന്നും വലിയ പ്രശ്നമില്ല. പിന്നെ ഹോട്ടലിൽ കയറട്ടെ. ചെക്ക് ചെയ്യാനായിട്ട് കയറിയുണ്ട്. നമ്മുടെ ഹോട്ടലിന്റെ പേരാണ് മോട്ടൽ ഹോട്ടൽ. Just put there. No, just put there. You take from there. Can I? Then. നമ്മൾ കീ മേടിക്കട്ടെ. നമുക്ക് കീ കിട്ടി ഗൈസ്. നമ്മുടെ റൂം നമ്പർ 219. ഇപ്പോൾ സെക്കൻഡ് ഫ്ലോർ ആവും. യെസ്, 219. 220-219. ശബ്ദത്തിന് ഇവിടെ ടോയ്ലറ്റ്, നമ്മുടെ റൂം, TV, AC. അപ്പോൾ ഇത്രയുള്ള ഗൈസ്. നമുക്കിനി കുളിക്കണം, കിടക്കണം, കുറച്ചധികം പരിപാടികളുണ്ട്. ഇനി അടുത്തൊരു വീഡിയോയിലും നാളത്തെ പരിപാടികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.